ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ സദിശ അളവുകൾ, അതിശ അളവുകൾ എങ്ങനെ കോഡിലൂടെ പഠിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ടോപ്പിക്കാണ് സദിശ അളവുകളും അതിശ അളവുകളും. അപ്പോൾ കോഡിലൂടെ നമുക്കത് കണക്റ്റ് ചെയ്യാം. ഞാനിത് രണ്ടും ഓർത്ത് വെക്കാൻ ഉണ്ടാക്കി ചെറിയൊരു കോഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സദിശ അളവുകൾ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ എന്ന് വിളിക്കുന്നു. സദിശ അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരം, ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം, ബലം. അപ്പോൾ നമുക്കിനി ഇത് കോഡിലൂടെ നോക്കാം. സതീശൻ്റെ ഭാര്യ തരുണിക്ക് പ്രസവാനന്തരം ബലമില്ലാതെയായി. കോഡ് കണ്ട ആരും ഞെട്ടണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇനി ഓരോന്നും പറയാം. സതീശൻ സദിശ അളവുകൾ, ഭാര്യ ഭാരം, തരുണി ത്വരണം, പ്രസവാനന്തരം പ്രവേഗം, സ്ഥാനാന്തരം, ബലമില്ലാതെയായി ബലം. കോഡ് ഒന്നും കൂടെ പറയാം. സതീശൻ്റെ ഭാര്യ തരുണിക്ക് പ്രസവാനന്തരം ബലമില്ലാതെയായി. ഇനി അതിശ അളവുകൾ നോക്കാം. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ അതിശ അളവുകൾ എന്ന് വിളിക്കുന്നു. അതിശ അളവുകൾ സമയം, ദൂരം, പ്രവൃത്തി, മാസ്, വേഗത, നീളം. ഇനി കോഡ് പറയാം. സുമയെ ദൂരെ നിന്നും കണ്ട പവിത്രൻ മാസായി വേഗത്തിൽ വന്നത് കണ്ട് നീള അതിശയപ്പെട്ടു. ഇനി നമുക്ക് ഓരോന്നും കണക്ട് ചെയ്യാം. സുമയെ സമയം, ദൂരെ ദൂരം, പവിത്രൻ പ്രവൃത്തി, മാസായി മാസ്, വേഗത്തിൽ വേഗത, നീള നീളം. കോഡ് ഒന്നും കൂടെ പറയാം. സുമയെ ദൂരെ നിന്നും കണ്ട പവിത്രൻ മാസായി വേഗത്തിൽ വന്നത് കണ്ട് നീള അതിശയപ്പെട്ടു. കോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കോഡ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്